നമസ്കാരം. കേരള ന്യൂസിന്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വിവരങ്ങളിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും കൂട്ടുകാർക്കും എത്തുന്നതിനായി ഷെയറും ചെയ്യുക. സംസ്ഥാനത്ത് സാമൂഹിക ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് കഴിഞ്ഞ 17-ന് വെള്ളിയാഴ്ച ആരംഭിച്ചു. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ ശേഷം കർശന പരിശോധനയിലൂടെ അനർഹരെ ഒഴിവാക്കാനാണ് സർക്കാർ നീക്കം. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണ് പെൻഷൻ വാങ്ങുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.87 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടെയാണിത്. ഇത്രയധികം പേർക്ക് UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ വീതം പെൻഷൻ നൽകണമെങ്കിൽ മാസം തോറും 1986 കോടി രൂപ വേണം. നിലവിൽ 2000 രൂപയാണ് പെൻഷൻ. അനർഹരെ ഒഴിവാക്കി വർദ്ധിപ്പിച്ച പെൻഷന്റെ സാമ്പത്തിക ബാധ്യത കുറച്ചുകൊണ്ടുവരാനാണ് സർക്കാർ ശ്രമം. എല്ലാ വർഷവും മസ്റ്ററിംഗ് കഴിയുന്നതോടെ മരിച്ചവർ ഒഴിവാക്കപ്പെടാറുണ്ട്. എന്നാൽ പുതുതായി പെൻഷൻ അപേക്ഷിക്കുന്നവർ അതിൽ കൂടുതലാണ്. പ്രാദേശിക നേതാക്കളുടെ ഇടപെടലുകൾ അടക്കം ഇതിന് കാരണമാകാറുണ്ട്. ഇത്തരത്തിൽ അനർഹമായി കടന്നുകൂടിയവരെ പൂർണ്ണമായി ഒഴിവാക്കാനാണ് സർക്കാർ ശ്രമം. പുതിയ അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നതിന് മുമ്പും പരിശോധന കർശനമാക്കും. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 cc വാഹനമുള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ നിലവിൽ ക്ഷേമ പെൻഷന് അർഹരല്ല. എന്നാൽ വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ വിവരം മറച്ചുവെച്ചും നിരവധി പേർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അർഹരായവർ ഒഴിവാക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാനായി മാനദണ്ഡങ്ങളിൽ പരിഷ്കരണം ഉണ്ടാകും. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് പല അക്ഷയ സെന്ററുകളിലും സാങ്കേതിക തകരാറ് മൂലം മസ്റ്ററിംഗ് മണിക്കൂറുകളും മുടങ്ങുന്ന അവസ്ഥയുണ്ട്. സംസ്ഥാന ഡാറ്റാ സെന്ററിലുണ്ടായ സാങ്കേതിക പ്രശ്നമാണ് ഇതിന് പ്രധാന കാരണം. കഴിഞ്ഞ ദിവസം ഇതുപോലെ പ്രശ്നമുണ്ടായപ്പോൾ ഓരോ അക്ഷയ കേന്ദ്രത്തിലും പോർട്ടലിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ എണ്ണം 2ആയി നിജപ്പെടുത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല. മസ്റ്ററിംഗിന് പുറമെ മറ്റ് സേവനങ്ങളും ഇതോടൊപ്പം തടസ്സപ്പെട്ടു. സെപ്റ്റംബർ 30 വരെ മസ്റ്ററിംഗിന് സമയമുള്ളതിനാൽ തിരക്ക് കൂട്ടേണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗബാധിതർക്കും വീട്ടിൽ തന്നെ മസ്റ്ററിംഗ് നടത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. ഇതിന് അക്ഷയ കേന്ദ്രങ്ങളിലും അതോടൊപ്പം തന്നെ ഇക്കാര്യം വാർഡ് മെമ്പറെയോ കൗൺസിലറെയോ അറിയിച്ചാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്. ആദ്യഘട്ടത്തിൽ മസ്റ്ററിംഗ് നടത്തുന്നത് നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തുന്ന ഗുണഭോക്താക്കളെ ആയിരിക്കും. ഹോം മസ്റ്ററിംഗ് പോലുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും നടത്തുക. മസ്റ്ററിംഗിൽ നിന്ന് ഒഴിവാക്കിയ ചില വിഭാഗം ആളുകളുണ്ട്. 2025 ഡിസംബർ 31 ശേഷം പെൻഷൻ അപേക്ഷിച്ചവർ ഈ ഒരു മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ആപ്ലിക്കേഷൻ പുതുതായി വന്നതാണ്. അതുകൊണ്ട് അവർക്ക് ഇളവുകളുണ്ട്. എന്നാൽ 2025 ഡിസംബർ 31 മുൻപ് വരെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ബയോമെട്രിക് മസ്റ്ററിംഗിൽ പങ്കെടുക്കേണ്ടവരാണ്. പ്രത്യേകം ഓർമ്മിക്കുക, മസ്റ്ററിംഗ് നടത്താത്തവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടും. പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ജീവിച്ചിരിപ്പുണ്ട് എന്നും കൃത്യമായ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ട് എന്നും ഇവർ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നും സർക്കാരിനെ ബോധിപ്പിക്കുന്നതിനായാണ് മസ്റ്ററിംഗ് നടത്തുന്നത്. ഇക്കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട മുഴുവൻ വാർത്താ അപ്ഡേറ്റുകളും ഈ ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും കൂട്ടുകാർക്കും പങ്കുവയ്ക്കുന്നതിനായി ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.